ഇടുക്കി പുല്ലുപാറയിൽ കെ.എസ്.ആർ.ടി.സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് തീർത്ഥാടന യാത്ര പോയവർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ 6:10 അപകടം. കുട്ടിക്കാനത്തു നിന്നും മുണ്ടക്കയത്തേക്ക് വരുമ്പോൾ ബസ് നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞു. റോഡിലെ ബാരിക്കേഡിൽ ഇടിച്ച് 30 അടി താഴ്ചയിലേക്ക് ബസ് പതിച്ചു. മാവേലിക്കര സ്വദേശികളായ രമാമോഹനൻ, അരുൺ ഹരി, സംഗീത് എന്നിവർ മുണ്ടക്കയത്തെ ആശുപത്രിയിൽ എത്തും മുമ്പ് മരണമടഞ്ഞു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ബിന്ദു നാരായണൻ മരിച്ചത്. അപകടം സംഭവിക്കുമ്പോൾ പലരും ഉറക്കത്തിലായിരുന്നു. മരത്തിലും ബാരിക്കേഡിലും ഇടിച്ചതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. എല്ലാ അമ്പലങ്ങളിലും ദർശനം നടത്തി തിരിച്ചു വരുമ്പോഴാണ് സംഭവം ഉണ്ടാവുന്നത്. ഈ യാത്രക്കാരെല്ലാം ഉറക്കത്തിലായിരുന്നു, പുറയിലായിരുന്നത്. എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ വീണ് കഴിഞ്ഞാൽ എന്തോ ഇത് തിരിയുന്ന കണ്ടു. ജീവനക്കാർ ഉൾപ്പെടെ ബസ്സിൽ ഉണ്ടായിരുന്നത് 37 പേർ. ഇതിൽ 17 പേർ മുണ്ടക്കയത്ത് ചികിത്സയിലാണ്. ഒരാൾ പാലായിലും. മറ്റുള്ളവരുടെ പരിക്ക് സാരമല്ല. അപകട വിവരമറിഞ്ഞ് മന്ത്രി വി.എൻ. വാസവനും റോഷി അഗസ്റ്റിനും സംഭവ സ്ഥലത്തെത്തി ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു. പിന്നീട് അപകട സ്ഥലത്തെത്തി കാര്യങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തി. നമുക്ക് നല്ല ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞു കിട്ടിയത്. അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ വണ്ടികൾക്ക് സംഭവിക്കുന്ന സാങ്കേതിക കാര്യമാണ്. അത് പിന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ചികിത്സയിലുള്ളവരെല്ലാം അപകടനില തരണം ചെയ്തു. ഇന്നലെ പുലർച്ചെയാണ് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ മാവേലിക്കരയിൽ നിന്നുമുള്ള സംഘം തഞ്ചാവൂരിലേക്ക് യാത്ര തിരിച്ചത്. സ്ഥിരമായി തീർത്ഥാടന യാത്രയ്ക്ക് പോകുന്ന സംഘമാണ്. തഞ്ചാവൂരിൽ നിന്നും തിരികെ വരും വഴിയാണ് അപകടം സംഭവിച്ചത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.